പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേനയാണ് കോടതിയിൽ തെളിവുകൾ സമർപ്പിച്ചത്. ഓഡിയോ സന്ദേശം, ചാറ്റുകൾ, വീഡിയോകൾ എന്നിവ അടക്കമുള്ള വിവരങ്ങൾ ഈ ഡോക്യുമെന്റിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജിബിൻ JB വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കിട്ടുന്നില്ലെങ്കിലും രാഹുൽ സ്വയം രക്ഷയ്ക്കായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ടല്ലേ? ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? അത് തന്നെയാണ് അക്ഷയ. കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും തനിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഒളിവിലിരുന്നു കൊണ്ട് തന്നെയാണ് MLA ഇപ്പോൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ ഇക്കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് പരാതിക്കാരിക്കെതിരായിട്ടുള്ള 3 ഡിജിറ്റൽ രേഖകളാണ്, 3 ഡോക്യുമെന്റ് ഫയലുകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വാട്സപ്പ് ചാറ്റുകളുണ്ട്, ഓഡിയോകളുണ്ട്, വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് തന്നെ തന്റെ ഭാഗത്തുള്ള തെളിവുകൾ കോടതിയിൽ അന്ന് കുറച്ച് സമർപ്പിച്ചിരുന്നു. പിന്നീടാണ് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കൂടുതൽ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്റെ കൈവശമുള്ള കൂടുതൽ രേഖകൾ ഇപ്പോൾ കോടതിയിൽ തെളിവായി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടേത് എന്ന് പറയുന്ന തരത്തിലുള്ള കുറച്ച് ഓഡിയോ സന്ദേശങ്ങൾ, വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അന്നു മുതൽ പുറത്തു വന്നിരുന്നത്. ഈ വാട്സപ്പ് ചാറ്റിന്റെ ബാക്കി എന്താണെന്നോ ഈ ഓഡിയോ സന്ദേശത്തിന്റെ ബാക്കി എന്താണെന്നുള്ള കാര്യങ്ങൾ ആരും ഇതുവരെയും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വാട്സപ്പ് സന്ദേശം, ബാക്കിയുള്ള വാട്സപ്പ് സന്ദേശങ്ങളും തന്റെ വശമുണ്ടായിരുന്ന ഓഡിയോകളും വാട്സപ്പ് കോളിന്റെ അടക്കമുള്ള ഫോൺ കോളിന്റെ അടക്കമുള്ള രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ രേഖകളുടെ DNA എന്നാണ് ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റിനെ അറിയപ്പെടുന്നത്. ഈ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് കൂടി ഇപ്പോൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചിട്ടുണ്ട്. അക്ഷയ, ജിബിൻ, ഒന്നെങ്കിൽ ഇതൊക്കെയും നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സെറ്റാക്കി വെച്ചിരിക്കണം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇത് ഏതൊക്കെ വിവരങ്ങൾ എവിടെയൊക്കെ എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് വക്കീലിനെ ധരിപ്പിക്കുകയും, അല്ലെങ്കിൽ ഇതാരാണോ വക്കീലിന് നൽകുന്നത് അത് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത് പേഴ്സണൽ ചാറ്റാണ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഇത് മറ്റൊരാൾക്ക് അത്ര പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട്, അതായത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അഭിഭാഷകനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, എന്തുകൊണ്ട് പോലീസിന് രാഹുലിനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അക്ഷയ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് ഏറ്റവും അവസാനമുണ്ടായ ഒരു പ്രതികരണമുണ്ട്. അതായത് ഏകദേശം ഒരു 3-4 ദിവസം മുൻപാണ്. അന്ന് ഉച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ ഓഡിയോ സന്ദേശത്തിന്റെ 2ാമത്തെ ഭാഗം വന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ ഇതുവരെ നിയമപരമായി പോരാടിയിട്ടില്ല, കാരണം തനിക്കെതിരെ ഇതുവരെ ഒരു പരാതിക്കാരി വന്നിട്ടില്ല, പരാതി ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു പരാതി വരികയാണെന്നുണ്ടെങ്കിൽ താൻ തന്റെ കൈവശമുള്ള രേഖകളും കോടതിയിൽ ഹാജരാക്കും, നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചതാണ്. പക്ഷേ അതിനു പിന്നാലെയാണ് പരാതിക്കാരി തന്നെ നേരിട്ടെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായതും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പരാതിയോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പെൺകുട്ടി തന്റെ കൈവശമുണ്ടായിരുന്ന ഡിജിറ്റൽ രേഖകൾ കൂടി ഹാജരാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഏറ്റവും അടിയായി മാറിയതും അത് തന്നെയാണ്. കാരണം പെൺകുട്ടിയെ കാറിൽ കയറ്റി ഗർഭചിത്രത്തിനുള്ള ഗുളികകൾ നൽകിയത് എന്നുള്ളതിന്റെ തെളിവുകൾ, അതുമാത്രമല്ല അതിന് പിന്നാലെ തന്നെ നിർബന്ധിച്ച് ഈ ഗർഭചിത്ര ഗുളികകൾ കഴിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീഡിയോ കോൾ വഴി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അഭിഭാഷകൻ മുഖേനയാണ് കോടതിയിൽ ഈ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നത്. ജിബിൻ JB വിവരങ്ങൾ നൽകിയത്.